ഉച്ചനേരത്ത് നല്ല വിശപ്പുള്ളപ്പോൾ നല്ലൊരു ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നമ്മളിൽ ഏറെ പേരും. എന്നാൽ ആ ബിരിയാണി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ബിരിയാണി അല്ല എങ്കിലോ കാര്യങ്ങളൊക്കെ പാളിപ്പോകും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അപ്രകാരമാണ്. പൂച്ചകളെ പിടികൂടി ബിരിയാണി കടകൾക്ക് വിൽക്കുന്നു എന്നാണ് ഒരു മൃഗസ്നേഹി നൽകിയിരിക്കുന്ന വിവരം. ചാക്കിൽ കെട്ടിയ നിലയിൽ 15-ലധികം പൂച്ചകളെ ഇദ്ദേഹം രക്ഷപ്പെടുത്തിയെന്ന വാദം ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അലഞ്ഞു തിരിയുന്ന പൂച്ചകളെ പിടികൂടി ചാക്കിലാക്കി ബിരിയാണി കടകൾക്ക് നൽകുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ചെന്നൈയിലെ മൃഗസ്നേഹിയായ ജോഷ്വയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചെന്നൈ എഗ്മോറിലെ കിൽപോക്ക് മേഖലയിലാണ് സംഭവം. അതുകൊണ്ട് തന്നെ ചെന്നൈയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഏരിയയിലൂടെ കിൽപോക്ക് മേഖലയിലൂടെ എഗ്മോറിലെ കിൽപോക്ക് മേഖലയിലൂടെയൊക്കെ പോകുമ്പോൾ ബിരിയാണിയോട് അമിത താല്പര്യം തോന്നിയാൽ അത് വളരെ വൃത്തിയുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഇടത്തുനിന്ന് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ചെന്നൈയിൽ മാത്രമല്ല മറ്റു പല സംഭവങ്ങളിലും ലോക്കൽ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ ചെന്നൈയിൽ നിന്നാണ് ഇത്തരത്തിലൊരു മൃഗസ്നേഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വഴിയോരത്ത് പ്രവർത്തിക്കുന്ന ബിരിയാണി കടകളിലേക്കും ഹോട്ടലുകളിലേക്കുമാണ് പൂച്ചകളെ എത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അംഗീകൃതമായ കടകളെക്കുറിച്ച് നമുക്ക് അത്തരം സംശയങ്ങളൊന്നും വേണ്ട. നിരവധി തവണ ഇത്തരം സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുണ്ടെന്നാണ് ജോഷുവ പറയുന്നത്. ഒരു തവണ ഇങ്ങനെ കൊണ്ടുപോകുന്ന സംഘത്തെ പിന്തുടർന്നപ്പോൾ അവർ തന്നെ തള്ളിയിട്ട് വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 15-ലധികം പൂച്ചകളെ ഒരു ചാക്കിനുള്ളിൽ നിറച്ച നിലയിൽ കണ്ടെത്തിയതായും ജോഷുവ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസും മൃഗസംരക്ഷണ വകുപ്പും ഇക്കാര്യം പരിശോധിക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾക്കെതിരായ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ കാർട്ടൂണുകളിലോ മൃഗശാലയിലോ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം നമ്മളുടെ കാശിന് ഒത്തതായിരിക്കുന്നു എന്നത് മാത്രമല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണെന്നും കൂടി ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. വഴിയോരങ്ങളിലുള്ള കടകൾ, ചെറിയ ചെറിയ തട്ടുകടകൾ, അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുന്നത് എന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുമ്പോഴും എല്ലാ തട്ടുകടക്കാരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. കൊടുക്കുന്ന ഭക്ഷണം മിതമായ നിരക്കിൽ വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ ഹൈജീനിക്കായി കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരുപാട് തട്ടുകടക്കാർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. ആ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവരുടെ ആരുടെയും വയറ്റത്തടിക്കാനല്ല ഇത്തരം വാർത്തകൾ പറയുന്നത് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. പക്ഷേ എവിടെയൊക്കെയോ ചില ആൾക്കാർ ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നുണ്ട്. അവർ ജനങ്ങൾക്ക് ഇങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കണമെന്നതോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കണമെന്നതോ നമ്മൾ പറയുന്നത് ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ തന്നെ അതിലുണ്ടാകണമെന്നതിനോ ഒന്നും ആ മൂല്യങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ചിലരെങ്കിലും നമുക്ക് ചുറ്റും ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഹോട്ടലുകൾ നടത്തുന്നുണ്ട്, തട്ടുകടകൾ നടത്തുന്നുണ്ട് എന്നത് ആ തട്ടിപ്പുകളെ കരുതിയിരിക്കാൻ മാത്രമാണ് ഇത്തരം ഒരു വാർത്തയിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൃഗങ്ങളെ ഈ രീതിയിൽ വേട്ടയാടപ്പെടുന്നത് അല്ലെങ്കിൽ പൂച്ച എന്ന് പറയുന്നതൊന്നും അത്തരത്തിൽ നമ്മൾ ഭക്ഷണമാക്കുന്ന ഒരു ജന്തുവല്ല. അപ്പോൾ അത്തരത്തിൽ ഈ മൃഗങ്ങളെ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കാര്യവും ഈ വാർത്തയ്ക്ക് പിന്നിൽ ഉദ്ദേശശുദ്ധിയുണ്ട്. എന്തായാലും എപ്പോഴും എന്ത് ഭക്ഷണവും വീട്ടിലല്ലാതെ പുറത്തുനിന്ന് കഴിക്കുമ്പോഴും അത് അംഗീകൃതമായ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് എന്നത് ഉറപ്പുവരുത്തേണ്ടത് ഭക്ഷണം കഴിക്കുന്നവരുടെ ഒരു കടമ തന്നെയാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. ഇനി ഏതെങ്കിലും ഇതുപോലെ വഴിയോര കടകളിൽ നിന്ന് കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, പലപ്പോഴും ഭക്ഷണം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്ന് കഴിക്കാൻ പറ്റുന്നവരായിരിക്കില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി കഴിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം കഴിക്കാതിരിക്കുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതൊന്നും ശരിയായ ഒരു പ്രവണതയല്ല. ഭക്ഷണത്തിൽ ഇത് പൂച്ചയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും ഇത് മൃഗസ്നേഹികളുടെ ശ്രദ്ധയിലും അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ശ്രദ്ധയിലും ഇദ്ദേഹം പെടുത്തിയത് കൊണ്ട് തന്നെ അവർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ബിരിയാണി ആരും വെറുക്കേണ്ട. നല്ല ബിരിയാണി കിട്ടുന്ന കടകളിൽ പോകുക, വൃത്തിയുള്ള ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക. അതിലൊന്നും ഇവിടെ യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അത്തരം സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കുന്ന ഇടങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.